കേരള പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. യാതൊരു കാരണവശാലും ടൗണിലും പരിസര പ്രദേശങ്ങളിലും ആരും കൂട്ടം കൂടി നിൽക്കരുത്. കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായി പാലിക്കേണ്ടതാണ്. ലോക്ക്ഡൗണിന് 5 വർഷം. എടീ പാർവതി, ലോക്ക്ഡൗണിന് 5 വർഷമായി. പത്രത്തിലുണ്ട്. പത്രത്തിൽ എന്താ രാവിലെ വെഡിങ് ആൽബം കണ്ടോണ്ടിരിക്കുന്നത്? ചേട്ടൻ കല്യാണത്തിനില്ലായിരുന്നില്ലേ? ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ട് ഇപ്പം 5 വർഷമായി. 5 വർഷമായോ? അതെ. പഴയ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാന്ന് വിചാരിച്ച. അങ്ങനെ ഇത് കണ്ടോണ്ട് വാർത്ത കണ്ടോണ്ട് എടുത്ത് കാണാമെന്ന് വിചാരിച്ചു. അന്ന് എല്ലാവരും കൂടെ എത്ര പേര് പങ്കെടുത്തായിരുന്നു? കല്യാണത്തിനെല്ലാം കൂടി 25 പേരാ ആകെ പങ്കെടുത്തത്. നമ്മളന്ന് വിളിച്ച കുറച്ച് ആളുകളോട് പിന്നെ വരരുതെന്നും പറഞ്ഞു. അത് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വന്നു. പരസ്യം കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് കല്യാണത്തിന് ആരും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. എണ്ണ എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ആൾ വന്നു. പോലീസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ റവന്യൂ എന്നൊക്കെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങൾ താലി കെട്ടിയ സമയത്ത് മാത്രമേ മാസ്ക് ഒഴിവാക്കിയുള്ളൂ. അന്നേരം കുറച്ച് നേരത്തേക്ക് മാസ്ക് ഒഴിവാക്കി, ബാക്കി എല്ലാ സമയവും മാസ്കും സാനിറ്റൈസറും യൂസ് ചെയ്ത് തന്നെയാണെങ്കിൽ. വലിയ തോതിൽ ആളെയൊക്കെ വിളിച്ചിട്ട് അവസാനം സദ്യക്കാരോട് എന്ത് പറഞ്ഞു? ഞങ്ങൾ ആദ്യം 3000 പേർക്ക് സദ്യ പറഞ്ഞായിരുന്നു. പിന്നെ ഇങ്ങനെ കോവിഡിൻ്റെ പ്രശ്നമായതുകൊണ്ട് പിന്നെ അത് 30 പേരിലേക്ക് കുറച്ചു. തലേദിവസം ഹൽദി എല്ലാ പ്രോഗ്രാമും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും പേടിയായി. അപ്പം തന്നെ എല്ലാവരും പറഞ്ഞു വരത്തില്ല. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അതെ, 3-ാമത്തെ നാൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ അന്ന് പാർവതിയുടെ വീട്ടിൽ താമസിക്കുന്ന സമയമാണ്. അപ്പം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം ഒന്നും വരാൻ പറ്റത്തില്ല. രാത്രി തന്നെ അവിടുന്ന് ഇറങ്ങി നേരെ കോന്നി വന്നു. കോന്നിയിൽ നിന്ന് ഓരോ ഊടുവഴികൾ കയറി വലഞ്ചൂഴി ആ വഴിയെല്ലാം കയറിയാണ് രാത്രി സമയമെടുത്ത് വീട്ടിലെത്തി. പോലീസിൻ്റെ മുന്നിൽ, പോലീസ് മെയിൻ റോഡിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ അതൊന്നും കണ്ണിൽ പോലീസിൻ്റെ മുന്നിൽ അങ്ങ് എത്താതെ വീട്ടിലെത്തുമായിരുന്നു. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാമ്പത്തികമായി മെച്ചമായിരുന്നു. പാർവതിയുടെ വീട്ടിലാണെങ്കിൽ സദ്യയുടെ ലാഭമായി. പിന്നെ ഇവിടെ ആണെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം റിസപ്ഷൻ ഉണ്ടായിരുന്നു, കല്യാണ ദിവസം റിസപ്ഷൻ ഉണ്ടായിരുന്നു. അത് രണ്ടും നടത്താൻ പറ്റിയില്ല. വണ്ടി വിളിച്ച് 4 ബസ് അല്ലാതെ കുറേ വണ്ടികളൊക്കെ വിളിച്ചായിരുന്നു, അതും ഒഴിവായിരുന്നു. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.